ഇതുപോലത്തെ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഫോണിനെ പറ്റി ഒരു ബേസിക് ഐഡിയ വേണം. ഫോണിനെ പറ്റി ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ഫോൺ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പല ഷോപ്പിൽ നിൽക്കുന്ന ചേട്ടന്മാർ നമ്മളെ പറ്റിക്കാറുണ്ട് പല സമയത്തും. എന്നാൽ ഈ ഫോണിനകത്തുള്ള ഇഷ്ടം പോലെ കോമ്പണൻസ് ഉണ്ട്. അതിൻ്റെ ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിനെയൊക്കെ പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ ഫോണിനകത്തുള്ള സാധനവും അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനെ പറ്റിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിപ്പോൾ ഒരു പുതിയ ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേ മെയിനായിട്ട് ഫോൺസിലും 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും പ്രീമിയം സൈഡ് എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേസ് ആണ്. രണ്ടാമത്തെ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത് LCD ഡിസ്പ്ലേസ് വരാറുണ്ട്. ഏറ്റവും ലോവർ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് TFT ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു TFT ഡിസ്പ്ലേ ഇപ്പോൾ സ്മാർട്ട് ഫോൺസിലൊന്നും അങ്ങനെ കാണാറില്ല. മിക്ക ഫോൺസും IPS LCD ഡിസ്പ്ലേ ആണ് ഓഫർ ചെയ്യുന്നത്. അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺസിന് മാത്രമാണ് ഈ ഒരു TFT ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത്. ഒരു 8,000 റുപ്പീസും 10,000 റുപ്പീസ് ഒക്കെ മുടക്കി ഫോൺസ് മേടിക്കുമ്പോൾ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് IPS പാനലാണ്. IPS പാനലിനെ പറ്റി പറയാനാണെങ്കിൽ കളർ ആക്യുറേറ്റ് ആണ്, വ്യൂയിങ് ആംഗിൾസ് ഒക്കെ അടിപൊളിയാണ്, കളേഴ്സ് ഒക്കെ നല്ല റിച്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ബ്ലാക്ക് കളർ ഒഴിച്ച് ബ്ലാക്ക് കളർ അതിലൊരു ഗ്രേ ടോൺ ആയിരിക്കും. അതിൻ്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് ഈ ഒരു IPS ഡിസ്പ്ലേയുടെ ചുറ്റും ഒരു LED സ്ട്രിപ്പ് ഉണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഒരു LED സ്ട്രിപ്പ് വെച്ചിട്ട് കംപ്ലീറ്റ് ഡിസ്പ്ലേ ലൈറ്റ് അപ്പ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനെ കറക്റ്റ് ബ്ലാക്ക് ആയിട്ട് കാണിക്കാനുള്ള കേപ്പബിലിറ്റി IPS ഡിസ്പ്ലേസിന് ഇല്ല. അതേ സമയത്ത് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത്. AMOLED ഡിസ്പ്ലേയിലും പല ടൈപ്പും ഉണ്ട്. എന്നാൽ നോർമലി ഒരു AMOLED ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ പിക്സൽസും ആണ് ലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിക്സൽസിന് ബ്ലാക്ക് പോർഷൻ വരുമ്പോൾ ഓഫായി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പർ ബ്ലാക്ക്സ് നമുക്ക് AMOLED ഡിസ്പ്ലേസിൽ കാണാൻ പറ്റും. AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. നല്ല ക്വാളിറ്റി ആയിരിക്കും, നല്ല കളേഴ്സ് ഒക്കെ നല്ല റിച്ച് ആയിരിക്കും, നമുക്ക് കാണാനൊക്കെ വീഡിയോസ് കാണാനൊക്കെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ കംപ്ലൈൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാറുണ്ട് ഫോൺസിനും. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് കോസ്റ്റ് IPS LCD കാട്ടും AMOLED ഡിസ്പ്ലേസിന് കൂടുതലാണ്. ഇപ്പോൾ ഒരു 4,000-5,000 റേഞ്ചൊക്കെ നമുക്ക് AMOLED ഡിസ്പ്ലേസിന് വരും. അതേസമയത്ത് IPS ഡിസ്പ്ലേ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ് നമ്മുടെ AMOLED ഡിസ്പ്ലേ വെച്ച് നോക്കുമ്പോൾ. പിന്നെ വരുന്നതാണ് ഡിസ്പ്ലേയിലുള്ള റീഫ്രഷ് റേറ്റ്. റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ എത്ര തവണ റീഫ്രഷ് ചെയ്യാൻ പറ്റും, അതായത് ഒറ്റ സെക്കൻഡിൽ എത്ര തവണ ഈ ഒരു ഡിസ്പ്ലേ റീഫ്രഷ് ആകും, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ എത്ര ഫ്രെയിംസ് വരെ നമ്മുടെ ഡിസ്പ്ലേക്ക് പുഷ് ചെയ്യാൻ പറ്റും. ചില ഫോൺസിൽ 60 ഹെർട്സ് ആണ്, ചിലതിൽ 90 വരാറുണ്ട്, ചിലതിൽ 120 വരാറുണ്ട്. ഇപ്പോൾ 120 ഹെർട്സ് എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ആനിമേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. 60 ഹെർട്സ് എന്ന് പറയുന്നത് അതിനനുസരിച്ചുള്ള ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതൊരിക്കലും 60 ഹെർട്സും 120 ഹെർട്സിനും തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആക്ച്വലി അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ 120 ഹെർട്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണെങ്കിൽ അതിന് നേരെ 60 ഹെർട്സിലോട്ട് ആക്കാം. 60 ഹെർട്സിലോട്ട് ആക്കിയിട്ട് നമ്മുടെ ഫോണിൽ പല മെനൂസിലൂടെയൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പിടുത്തം ഫീൽ ചെയ്യും. കാരണം 120 ഹെർട്സ് എന്ന് പറയുന്നത് വളരെ സ്മൂത്തർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് പല ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് PWM ഡിമ്മിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PWM ഡിമ്മിങ് എന്ന് പറയുന്നത് പല ഡിസ്പ്ലേസിനും PWM ഡിമ്മിങ് റേറ്റ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഈ ഒരു PWM ഡിമ്മിങ് കുറഞ്ഞ ഡിസ്പ്ലേസിൽ നോക്കുകയാണെങ്കിൽ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ കണ്ടിന്യൂസ്ലി ഡിസ്പ്ലേ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ തലവേദന എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തലവേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്, ഇപ്പോൾ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും PWM ഡിമ്മിങ് കൂടിയൊരു ഫോൺ എടുക്കുന്നതാണ് ബെറ്റർ. മോസ്റ്റ്ലി ചൈനീസ് ഫോൺസിലൊക്കെയാണ് നല്ല ഹൈ റേറ്റ്സിൽ വരുന്നത്. അതായത് ഇപ്പോൾ 1000-ന് മുകളിലോട്ടുള്ള ഹേർട്സ് ഒക്കെ വരാറുണ്ട് ഈ ഒരു PWM ഡിമ്മിങ് ആയിട്ട്. ആ ഫോൺസിനൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൽ വീഡിയോസ് കൺസ്യൂം ചെയ്താലോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും തലവേദന എടുക്കേണ്ട ചാൻസസ് കുറവാണ് ഇങ്ങനെ PWM ഡിമ്മിങ് കൂടിയ ഡിസ്പ്ലേസിന്. അതുകൊണ്ട് തന്നെ അത് മൈൻഡിലേക്ക് വെച്ചേക്കാം ഇപ്പോൾ തലവേദനയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ. പിന്നെ ഡിസ്പ്ലേയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് HDR അല്ലെങ്കിൽ ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഇത് രണ്ടും പറയുന്ന മുമ്പേ നമുക്ക് ആദ്യം ഫോണിന്റെ ബ്രൈറ്റ്നസിനെ പറ്റി പറയാം. പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഫോണിൽ 2000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് 4000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്. എന്നാൽ ഈ ഒരു പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഫോണിന്റെ HDR കോണ്ടന്റ് ഇട്ട് വീഡിയോസ് കാണുമ്പോൾ, ഇപ്പോൾ ഫോണിൽ HDR സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ്, അപ്പോൾ യൂട്യൂബിൽ നമ്മൾ HDR കോണ്ടന്റ് കാണുന്നു അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ HDR കോണ്ടന്റ് കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു പോർഷനിൽ ഒരു 1% പോർഷനിൽ ആ ഒരു 4000 നിറ്റ്സിലേക്ക് പോകുന്നതാണ്. അല്ലാതെ മൊത്തം ഡിസ്പ്ലേ 4000-5000 നിറ്റ്സിലൊന്നും കത്തി നിൽക്കത്തില്ല. അപ്പോൾ എപ്പോഴും ഫോൺ മേടിക്കുമ്പോൾ നോക്കാണ്ട ഒരു കോമ്പണന്റ് എന്ന് പറയുന്നത് ഫോണിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡാണ്, HBM എന്ന് പറയും. അത് ചില സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തേക്കും. അതൊന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഫോൺസ് പർച്ചേസ് ചെയ്യാം. അല്ലാതെ ഈ 4000 നിറ്റ്സ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ പോയി ഫോൺ യൂസ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും ഫോണിനകത്തുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റത്തില്ല. അത് ആക്ച്വലി ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് HDR-നെ പറ്റിയും ഡോൾബി വിഷനെ പറ്റിയും പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു HDR എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. മിക്ക ഡിസ്പ്ലേസ് ഇപ്പോൾ HDR ആയിട്ടാണ്
വരുന്നത്. അപ്പോൾ ഈ ഒരു HDRന്റെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഹൈലൈറ്റ്സും ഷാഡോസും നല്ല രീതിയിൽ ഡീറ്റെയിൽസ് പുൾ ചെയ്യും. അതായത് ഹൈലൈറ്റ്സിലുള്ള ഡീറ്റെയിൽസും ഷാഡോയിലുള്ള ഡീറ്റെയിൽസും നല്ലോണം റിക്കവർ ചെയ്യും, അല്ലെങ്കിൽ നല്ലോണം നമുക്ക് എടുത്ത് കാണിക്കും ഈ ഒരു HDR സപ്പോർട്ടുള്ള ഡിസ്പ്ലേസ്. അതുപോലെ തന്നെയാണ് ഡോൾബി വിഷൻ എന്നും പറയുന്നത്. എന്നാൽ മിക്ക ഫോൺസിലും HDR സപ്പോർട്ട് കാണും, പക്ഷെ അത് നെറ്റ്ഫ്ലിക്സിൽ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ HDR വീഡിയോസ് കാണുന്ന വ്യക്തിയാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻ ഫോണിൽ ഉണ്ടോ ഇല്ലേ എന്നൊന്ന് ഉറപ്പുവരുത്തിയിട്ട് ഫോൺ പർച്ചേസ് ചെയ്യാം. രണ്ടാമത്തെ കോമ്പണന്റ് ആണ് നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. പല ഫോണിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം മദർ ബോർഡ് അടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത് ഇത്രയും വരുന്ന ഒരു പോർഷനാണ്. മിക്ക ഫോൺസിലും ഈ ഒരു ടോപ്പിലുള്ള കോമ്പണന്റിനകത്താണ് ഒരു ചിപ്പ് കാണാൻ പറ്റുന്നത്. ഒരു വലിയൊരു ബോർഡായിരിക്കും, അതാണ് ഇതിന്റെ മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിലാണ് നമുക്ക് ചിപ്സെറ്റ് വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രൊസസർ അല്ലെങ്കിൽ ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബ്രെയിൻ ആണ്. ഇതിനകത്ത് കുറേ കോമ്പണന്റ് ഉണ്ട്. അതായത് ഗ്രാഫിക്സിന്റെ കാര്യങ്ങൾ ഈ ഒരു ചിപ്സെറ്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ചിപ്സെറ്റ് പോലത്തെ പ്രോസസ്സിംഗ് വരും, എല്ലാ കാര്യങ്ങളും ക്യാമറ, അങ്ങനെ എല്ലാ കോമ്പണന്റിന്റെയും ഒരു നെറ്റ്വർക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു ചിപ്സെറ്റിനകത്ത് കാണാൻ പറ്റുന്നത്. എന്നാൽ ചിപ്സെറ്റ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു സംഭവമാണ് ഇതിൽ 4 നാനോമീറ്റർ ആണ്, 5 നാനോമീറ്റർ ആണ്, അല്ലെങ്കിൽ ഇതൊരു 2 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്, വളരെയധികം എനർജി എഫിഷ്യൻ്റ് ആണെന്നൊക്കെ പല ആൾക്കാരും പറയും. അപ്പോൾ അതിനുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ചിപ്സെറ്റിൻ്റെ ഇടയിൽ കുറേ ട്രാൻസിസ്റ്റേഴ്സ് കാണും. ഈ ഒരു ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ആണ് ഇവർ പറയുന്നത് ഈ ഒരു 4 നാനോമീറ്റർ. എത്രത്തോളം ഗ്യാപ്പ് കുറയും അത്രയും എനർജി എഫിഷ്യൻ്റ് ആവും ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നാനോമീറ്ററിനെ പറ്റി ആൾക്കാർ പറയുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ ഒരു ചിപ്സെറ്റ് 4 നാനോമീറ്ററിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ എനർജി എഫിഷ്യൻ്റ് ആയിരിക്കും ഈ ഒരു ചിപ്സെറ്റ് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. അതായത് എത്രത്തോളം 4 നാനോമീറ്റർ, 3 നാനോമീറ്റർ, 2 നാനോമീറ്റർ, ഇനിയിപ്പോൾ 1 നാനോമീറ്റർ വന്നാൽ പോലും അത്രയും മാത്രം എനർജി എഫിഷ്യൻ്റ് ആയിട്ട് മാറും ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിപ്സെറ്റ് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സാംസങ്ങിന്റെ എക്സിനോസ് ഉണ്ട്, സ്നാപ്ഡ്രാഗൺ ഉണ്ട്, മീഡിയടെക് ഉണ്ട്, ആപ്പിളിന്റെ A സീരീസ് ചിപ്സെറ്റും അല്ലെങ്കിൽ M സീരീസ് ചിപ്സെറ്റ് ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഹോണറിന്റെ ഡിവൈസിലും ഹുവായിയുടെ ഡിവൈസിലൊക്കെ കാണുമ്പോഴത്തെ കിറിൻ എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ഉണ്ട്. അതുപോലെ നിരവധി ചിപ്സെറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ചിപ്സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൻഡ്രോയിഡ് വേൾഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് സ്നാപ്ഡ്രാഗണും മീഡിയടെക്കും ആണ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ പല പ്രൈസ് സെഗ്മെന്റിൽ ഓഫർ ചെയ്യാറുണ്ട്. അതും കൂടെ മൈൻഡിലേക്ക് വെച്ചേക്കുക. എക്സിനോസും വലിയ കുഴപ്പമില്ല, ഇപ്പം വലിയ രീതിയിൽ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മിക്ക എക്സിനോസ് ചിപ്സെറ്റ് ഒന്നും കാശിന് കൊള്ളത്തില്ല. അപ്പോൾ എക്സിനോസ് ഉള്ള ചിപ്സെറ്റ് മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. 1-2 ചിപ്സെറ്റ് ആണ് അത്യാവശ്യം ത്രോട്ടലിംഗ് ഒന്നും ചെയ്യാതെ സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു വർഷം ഇറങ്ങിയ ഫോൺസിലൊന്നും വലിയ കുഴപ്പമില്ല. എന്നാൽ കഴിഞ്ഞ വർഷവും അതിന് മുന്നേ ഉള്ള ചിപ്സെറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ചിപ്സെറ്റുകളാണ് ഈ ഒരു എക്സിനോസിന്റെ എന്ന് പറയുന്നത്. പിന്നെ പല ആൾക്കാർ ഇനി കമന്റ്സിലൊന്ന് മെൻഷൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പേരാണ് നമ്മുടെ യൂണിസോക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അതുപോലെ തന്നെയാണ് ടെൻസർ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ടെൻസർ എന്ന് പറയുന്നത് ഒരു ചിപ്സെറ്റ് കമ്പനിയല്ല, ഗൂഗിളിന്റെ ചിപ്സെറ്റ് ആണ്. ഗൂഗിളിന്റെ പിക്സൽ ഡിവൈസിൽ യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് ആണ് ഈ ഒരു ടെൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബാറ്ററി. ബാറ്ററിക്കകത്ത് നോക്കുകയാണെങ്കിൽ 5000 mAh ഉണ്ട്, ഇപ്പോൾ 6000 mAh ഉണ്ടെന്നൊക്കെ പല ബ്രാൻഡ്സും പറയും. എന്നാൽ ഫോണിന്റെ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 രീതിയിലുള്ള റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോണിന് ടിപ്പിക്കൽ കപ്പാസിറ്റി എന്നും പറഞ്ഞ് ഇപ്പോൾ 5000 mAh ആണെങ്കിലോ, ഇപ്പോൾ ഈ ഒരു ഫോണിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ 4000 mAh ബാറ്ററി ഉണ്ടെന്നാണ് ബ്രാൻഡ് പറയുന്നത്. ശരിയാണ്, 4000 mAh ബാറ്ററി ഫോണിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടിപ്പിക്കൽ കപ്പാസിറ്റി എന്നും പറഞ്ഞ് 4000 കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ റേറ്റഡ് കപ്പാസിറ്റി, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3900 mAh ആണ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇതിലുള്ള റേറ്റഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു 100 mAh എവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ചെയ്യുമ്പോൾ 4000 mAhന്റെ കപ്പാസിറ്റി ഈ ഒരു ബാറ്ററിക്കുണ്ട്. എന്നാൽ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് കൺവേർഷനിലൂടെ പല എനർജിയും ലോസ് ആവും. അങ്ങനെ ലോസ് ആവുന്ന 100 mAh ആണ് ഇതിൽ നിന്ന് കുറച്ചിട്ട് നമുക്ക് അവിടെ റേറ്റഡ് കപ്പാസിറ്റി എന്നും പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5000 mAh ബാറ്ററി ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പം 0 to 100 വരെ നോക്കുകയാണെങ്കിൽ 5000 mAh നമുക്ക് യൂസ് ചെയ്ത് തീർക്കാം എന്നും വിചാരിക്കേണ്ട. ഇതിന്റെ റേറ്റഡ് കപ്പാസിറ്റിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി കപ്പാസിറ്റി. പിന്നെ സ്പീക്കേഴ്സ് മുകളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോൺസിൽ ഇയർ പീസ് വരും, താഴെ സ്പീക്കർ വരും. എന്നാൽ ചില ഫോൺസിൽ നമുക്ക് ഇയർ പീസും സ്പീക്കറായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ടോപ്പിൽ വെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഫോൺസിനെയാണ് സ്റ്റീറിയോ സ്പീക്കർ ഉള്ള ഫോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴെ സ്പീക്കറുണ്ട്, മുകളിൽ സ്പീക്കറുണ്ട്. നല്ല രീതിയിലുള്ള ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമുക്ക് സ്റ്റീറിയോ സ്പീക്കറുള്ള ഫോൺസിൽ നിന്ന് കിട്ടും. അതായിരിക്കും ഞാൻ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം ബഡ്ജറ്റ് സീരീസ് ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഒറ്റ സ്പീക്കറെ കാണത്തുള്ളൂ. പിന്നെ മോട്ടറോള പോലത്തെ ബ്രാൻഡ്സ് 10000 രൂപയ്ക്കും സ്റ്റീറിയോ സ്പീക്കറൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ടോപ്പിലും താഴെയൊക്കെ സ്പീക്കർ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെയാണ് ക്യാമറ സ്പെക്ക് എന്ന് പറയുന്നത്. ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ പല ബ്രാൻഡ്സും പറ്റിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫോണിൽ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ്. എന്നാൽ ആക്ച്വലി 2 ക്യാമറ യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ഒരു മെയിൻ ഉണ്ട്, ഒരു അൾട്രാ വൈഡ് ഉണ്ട്,
പിന്നെ ഒരു ഡെപ്ത് സെൻസർ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെപ്ത് സെൻസർ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നാൽ ബാക്കി 2 സെൻസർ നോക്കുകയാണെങ്കിൽ മിക്ക ഫോൺസിലും അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മെയിൻ സെൻസറാണ് ഇതിൽ വൈഡ് ക്യാമറ എന്ന് പറയുന്നത്. അതായത് ഈ മെയിൻ പ്രൈമറി സെൻസർ എന്ന് പറയുന്നത് വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഇപ്പോൾ മിക്ക ഫോൺസിലും 200 മെഗാ പിക്സലും 108 മെഗാ പിക്സലിൻ്റെ സെൻസറൊക്കെ വരാറുണ്ട്. ആക്ച്വലി ഈ ഒരു 108 മെഗാ പിക്സൽ ഫുള്ളി യൂസ് ചെയ്യാറില്ല. നമുക്കൊരു 12 മെഗാ പിക്സലിൻ്റെ ഫോട്ടോയാണ് നമുക്ക് ഈ ഒരു 108 മെഗാ പിക്സലിൽ നിന്ന് ബിൻ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 108 മെഗാ പിക്സലിലൊന്നും ഫോട്ടോസ് മിക്ക ഫോൺസും എടുക്കാറില്ല, 12ലാണ് എടുക്കുന്നത്. ഒന്ന് സ്പേസ് സേവ് ചെയ്യാൻ പറ്റും, മാത്രമല്ല ഷട്ടർ ലാഗും കുറയ്ക്കാൻ പറ്റും ഈ ഒരു ചെറിയ സൈസ് സ്റ്റോർ ചെയ്യുമ്പം. അല്ലാതെ 200 മെഗാ പിക്സൽ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോൺ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിൽ എടുത്ത് വെച്ച് ഫോട്ടോ എടുക്കുമ്പം നമുക്ക് ഒരു 3-4 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡൊക്കെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ലോഡിങ് ടൈം ആയിട്ട്. അതുകൊണ്ട് തന്നെ 12 മെഗാ പിക്സലാണ് നമ്മൾ നോർമലി ആ ഒരു ഫോട്ടോസൊക്കെ ഫോൺ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു 200 മെഗാ പിക്സൽ ഒരു ഗിമിക്കെന്ന് ഞാൻ പറയത്തില്ല. സാംസങ് S24 അൾട്ര പോലത്തെ ഡിവൈസിൽ നോക്കുകയാണെങ്കിൽ 200 മെഗാ പിക്സൽ ഉണ്ട്, അതിൽ യൂസ് ഉണ്ട്, കാരണം അതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ്. എന്നാൽ ബഡ്ജറ്റ് ഡിവൈസുകൾ ഒരു 30,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണിൽ 108 മെഗാ പിക്സലുണ്ട്, 200 മെഗാ പിക്സലൊന്നും വച്ചിട്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ മെഗാ പിക്സലിന് ഒട്ടും ഗുണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. മെഗാ പിക്സലും ഗുണമുണ്ട്, പക്ഷേ സെൻസറിൻ്റെ ക്വാളിറ്റിയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ പല രീതിയിലുള്ള സെൻസർ വരുന്നുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് സെൻസർ വരുന്നുണ്ട്, സോണിയുടെ വരുന്നുണ്ട്, ഒമിനി വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ 200 മെഗാ പിക്സൽ അങ്ങനെയൊക്കെ സെൻസർ നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ ആണ് ആകെ ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ബാക്കി സെൻസേഴ്സൊക്കെ എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ സോണിയുടെ സെൻസറാണ്. കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മിക്ക ഫോൺസിലും തരുന്നത്. പക്ഷേ ഈ ഒരു സെൻസറും ഒരു 20% മാത്രമേ അല്ലെങ്കിൽ ഒരു 50% മാത്രമേ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളൂ. ബാക്കി 50% ഫോണിൻ്റെ ബ്രാൻഡ് എങ്ങനെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസ് ചെയ്യും എന്നുള്ളതിൽ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഫോണിൻ്റെ സെൻസറിൽ 200 മെഗാ പിക്സൽ ഉണ്ടെന്നും പറഞ്ഞ് മേടിക്കാൻ നിൽക്കേണ്ട. അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോസൊക്കെ കണ്ടുവെക്കുക, പല റിവ്യൂസും ചെക്കൗട്ട് ചെയ്തിട്ട് മാത്രം ഈ ഒരു ക്യാമറ നോക്കി ഫോൺസൊക്കെ പർച്ചേസ് ചെയ്യുക. അല്ലാതെ പോയി ചാടി കയറി കടയിലെ ചേട്ടൻ പറഞ്ഞ് ഇതിൻ്റെ ക്യാമറ സൂപ്പറാണെന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരരുത്. ഇതിൻ്റെ ക്യാമറയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് മാത്രം ഫോൺ പർച്ചേസ് ചെയ്യുക. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ പല ഫോൺസിനും 4K റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അതിൻ്റെ മെഗാ പിക്സൽ നോക്കുകയാണെങ്കിൽ മിക്ക ഫോൺസിനും 16 മെഗാ പിക്സലും 10 മെഗാ പിക്സലും ഒക്കെ സെൻസർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 4K പറ്റത്തില്ല. ആക്ച്വലി 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ 8.3 മെഗാ പിക്സൽ മതി നമ്മുടെ ഫോണിൽ. പക്ഷേ പല ബ്രാൻഡും കൊടുക്കാറില്ല. 16 മെഗാ പിക്സൽ സെൻസർ ഉണ്ട്, 32 മെഗാ പിക്സലിൻ്റെ സെൻസർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഫ്രണ്ട് ക്യാമറയിൽ 4K റെക്കോർഡിങ് കൊടുക്കാറില്ല. അത് മെയിനായിട്ട് സോഫ്റ്റ്വെയറിൽ ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സെൻസറിൻ്റെ ക്വാളിറ്റിയും അതിലൊരു മെയിൻ ഘടകമാണ്. എന്നാൽ മിക്ക ബ്രാൻഡ്സിനും കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പറ്റും. ഒരു 10 മെഗാ പിക്സലിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സെൻസർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്ക ബ്രാൻഡ്സിനും ഈ ഒരു 4K റെക്കോർഡിംഗ് ഫ്രണ്ട് ക്യാമറയിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ 30,000 രൂപയ്ക്കും 8 മെഗാ പിക്സലിൻ്റെ കാശിന് കൊള്ളാത്ത സെൻസർ ഇട്ട് മേടിക്കാൻ പറ്റുന്ന പല ഫോൺസും ഉണ്ട്. ചില ഓപ്പോൻ്റെ ഫോൺസ് നമ്മൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വേസ്റ്റ് ഫോൺസ് എന്നും പറഞ്ഞ്. ആ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റി ഫോൺ മോസ് അല്ല, പിന്നെ വേറെ ആരും പറഞ്ഞു തരത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ്. അതിപ്പോൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും വരുന്നുണ്ട്, അല്ലെങ്കിൽ പവർ ബട്ടണിലോ ബാക്കിലൊക്കെ പ്ലേസ് ചെയ്യാറുണ്ട് മിക്ക ഫോൺസിലും. അത് മെയിനായിട്ട് ബഡ്ജറ്റ് ഡിവൈസുകളാണ്. ഒരു 10,000, 15,000, 20,000 രൂപയ്ക്കൊക്കെയാണ് മിക്ക ഫോൺസിലും സൈഡ് മൗണ്ടഡ് ആയിട്ട് ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് കൊടുക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ്. അതായത് ഈ ഡിസ്പ്ലേക്കകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനറിംഗ് പ്ലേസ് ചെയ്യുന്നതാണ്. അത് മെയിനായിട്ട് AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ ഡിസ്പ്ലേ സ്കാനേഴ്സ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ മെയിൻ ലോജിക് എന്ന് പറയുന്നത്, AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ പിക്സൽസ് ലൈറ്റ് അപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ LCD ആയതുകൊണ്ട് ചുറ്റും ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചുറ്റും ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ സെൻസേഴ്സ് അങ്ങനെ വർക്കാവത്തില്ല. എന്നാൽ AMOLED ഡിസ്പ്ലേസിൽ നമുക്കിത് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ വിസിബിൾ ആവാൻ പറ്റും. ഒരു ട്രാൻസ്പാരൻറ്റ് പരിപാടി പോലെയാണ്. എന്നാൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനേഴ്സ് നോക്കുകയാണെങ്കിൽ 2 തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒപ്റ്റിക്കലും, പിന്നെ നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക്കും വരുന്നുണ്ട്. ഈ ഒരു ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ എന്ന് പറയുന്നത് ഒരു 2D ഇമേജ് എടുക്കും. നമ്മുടെ ഫിംഗർ വയ്ക്കുമ്പോൾ ഒരു 2D ഇമേജിൻ്റെ ഒരു സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മുടെ ഫോണിൽ അൾട്രാസോണിക് ഉണ്ടെങ്കിൽ അതൊരു 3D ലെവൽ ഓഫ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. കുറച്ചുകൂടെ ഫാസ്റ്ററാണ്, സെക്യൂർ ആണ് ഈ ഒരു 2Dയും കാട്ടും. ഈ ഒരു നോർമൽ ബഡ്ജറ്റ് ഡിവൈസുകളിലും ഒരു 30,000, 50,000 രൂപയുടെ ഫോണിൽ വരെ നമുക്ക് നോർമലി കാണാൻ പറ്റുന്ന മിക്ക ഫോൺസും ഓഫർ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്തെന്നും പറഞ്ഞ് ഓൺ ആവത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യണം. അതേ സമയത്ത് അൾട്രാസോണിക് ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടാപ്പിൽ തന്നെ ഓൺ ആവേണ്ടതാണ്. കാരണം അത് 3D ഡേറ്റ വെച്ചാണ് അൺലോക്ക് ചെയ്യുന്നത്.
വരുന്നത്. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് നോക്കുകയാണെങ്കിലും 2 ടൈപ്പ് ഉണ്ട്. 2D ഇമേജ് വെച്ച് ഫേസ് അൺലോക്ക് ചെയ്യാൻ പറ്റും, അതേ സമയത്ത് 3Dയും വെച്ചും പറ്റും. അപ്പോൾ ഈ ഒരു 2D എന്ന് പറയുന്നത് സെൽഫി ക്യാമറ വെച്ചാണ് ഫേസ് ഐഡന്റിഫിക്കേഷൻ വർക്കാവുന്നത്. മിക്ക ആൻഡ്രോയിഡ് ഡിവൈസിലും, അതായത് ഒരു 90-95% ആൻഡ്രോയിഡ് ഡിവൈസിലും ഈ ഒരു സെൽഫി ക്യാമറ വെച്ചാണ് ഫേസ് ഐഡന്റിഫിക്കേഷൻ അൺലോക്ക് ചെയ്യുന്നത്. അതേസമയത്ത് ഐഫോൺസിൽ നോക്കുകയാണെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്നത് ഫേസ് അൺലോക്കിന്റെ 3D വെർഷനാണ്. അതായത് IR സെൻസർ വെച്ചിട്ടാണ് നമുക്ക് അവിടെ അൺലോക്ക് ചെയ്യുന്നത്. നമ്മുടെ ഫേസിന്റെ 3D ഡേറ്റയാണ് ആപ്പിൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ സാംസങ്ങിന്റെ രീതി നോക്കുകയാണെങ്കിൽ സാംസങ് ഫിംഗർ പ്രിന്റ് അൾട്രാസോണിക് യൂസ് ചെയ്യും പോലെ ആപ്പിൾ ഫേസിന്റെ ഡേറ്റ 3D ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ സെക്യൂർ ആണ്. മാത്രമല്ല എത്ര ഇരുട്ടാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് അൺലോക്ക് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ഫേസ് അൺലോക്ക് 2D ഇമേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ല ഡാർക്ക് സിറ്റുവേഷനിലൊന്നും ഫോൺ അൺലോക്കായി വരാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു 3D വെർഷൻസ് ആണ്. അതിപ്പോൾ ഫിംഗർ പ്രിന്റ് ആയാലും 3D ആണ് ബെറ്റർ, നമ്മുടെ ഫേസ് അൺലോക്ക് ആണെങ്കിലും 3D ആണ് ബെറ്റർ. നെക്സ്റ്റ് ആയിട്ടാണ് ഫോണിന്റെ ബിൽഡ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബഡ്ജറ്റ് ഡിവൈസുകളിലെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് മിക്ക ഡിവൈസുകളിലും വരുന്നത്. ഈ ഒരു സൈഡ് സംഭവമാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഒരു സൈഡിലുള്ള പോർഷനാണ് ഫ്രെയിം. അതേസമയത്ത് ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാക്ക് പാനൽ എന്ന് പറയുന്നത് പല മെറ്റീരിയലിലും വരും. ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഡിവൈസുകൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതുപോലെ വളഞ്ഞൊക്കെ വരും. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അങ്ങനെ പൊട്ടിയൊന്നും പോകത്തില്ല, നമുക്ക് തറ വീഴുന്നൊന്നും പറഞ്ഞ് പൊട്ടി പോകത്തില്ല, അങ്ങനെയൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ച് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് പ്ലാസ്റ്റിക് ബാക്കിൽ. അതേസമയത്ത് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് അങ്ങനെ ഈസി ആയിട്ട് സ്ക്രാച്ച് ആവത്തില്ല, എന്നാൽ തറ വീഴണമെങ്കിൽ പൊട്ടി ചിഹ്നം ഭിന്നമാവും. പിന്നെ വരുന്നതാണ് മെറ്റൽ ഫ്രെയിംസ്. മെറ്റൽ ഫ്രെയിംസ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീച്ചറാണ്. ഈ ഒരു സിൽവർ കോട്ടിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെറ്റൽ പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞത് മെറ്റൽ ഫ്രെയിം ആവണമെന്നില്ല. എന്നാൽ ഒരു ഹയർ എൻഡ് ഡിവൈസിലൊക്കെ മെറ്റൽ ഫ്രെയിം കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു മെറ്റൽ ഫ്രെയിമിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി മെറ്റലിന് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മെറ്റലിൻ്റെ ഏറ്റവും വലിയ ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഡെന്റ് വീഴാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. പിന്നെ മെറ്റൽ ഫ്രെയിം വരുന്ന മിക്കവാറുള്ള ഫോൺസിന്റെ ബാക്ക് ഗ്ലാസ് ആയിരിക്കും. ചില ഫോൺസിൽ മാത്രമാണ് പ്ലാസ്റ്റിക് ബാക്ക് ഓഫർ ചെയ്യുന്നത്. പിന്നെ വീഗൻ ലെതറും വരുന്നുണ്ട്. വീഗൻ ലെതർ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെതർ സ്റ്റിക്ക് ചെയ്യും. അതാണ് മെയിനായിട്ട് വീഗൻ ലെതർ പറയുന്നത്. ഇതൊരു വീഗൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വെജിറ്റേറിയൻ ആണ്, അതായത് വെജിറ്റബിൾ സബ്സ്റ്റൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ആപ്പിൾ പീലിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ എലമെന്റിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ലെതർ ആണ് ഈ ഒരു വീഗൻ ലെതർ എന്ന് പറയുന്നത്. അത് അത്രമാത്രം ഡ്യൂറബിൾ അല്ല. പല ആൾക്കാരും കംപ്ലയിൻസ് ഒക്കെ പറയുന്നുണ്ട് ഈ ഒരു വീഗൻ ലെതറിനെ പറ്റി. പിന്നെ ഫൈനലി എനിക്ക് പറയാനുള്ള ഒരു ബിൽഡ് ടൈപ്പാണ് മെറ്റൽ ഫിനിഷ്, ഫുള്ളി മെറ്റൽ ഫിനിഷ്, യൂണിബോഡി ഡിസൈൻ എന്നൊക്കെ പറയും. ഒറ്റ ഒരു മെറ്റൽ ഷീറ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തെടുത്ത ഒരു മോഡൽസ് ഒക്കെ വരാറുണ്ടായിരുന്നു പണ്ട്. എന്നാൽ ഇപ്പം അങ്ങനെ മെറ്റൽ യൂണിബോഡി ഡിസൈൻസ് വളരെ കുറവാണ്. OnePlusന്റെ Nord 4 ആണ് ആകെ ഒരു ഓപ്ഷൻ. ഇപ്പോൾ മെറ്റൽ ഫ്രെയിം വേണം എന്നുണ്ടെങ്കിൽ മെറ്റൽ ഫ്രെയിമിൻ്റെ ഒരു ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ഡെൻ്റ് ഒക്കെ വീഴാൻ ഭയങ്കര ചാൻസ് ആണ്. അതായത് തറയിൽ വീഴുകയാണെങ്കിൽ കേസ് ഒന്നും ഇല്ല എങ്കിൽ ഡെൻറ്റ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ പൊട്ടി തെറിക്കതൊന്നുമില്ല. അതായത് ഈ ഗ്ലാസ് പൊട്ടും പോലെ ഒന്നും പൊട്ടി ഇങ്ങനെ നിൽക്കത്തില്ല, ബട്ട് ഡെൻറ്റ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഫൈനൽ ടോപ്പിക്കാണ് ഫോൺസിൽ വരുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ വരാറുണ്ട്. ആപ്പിൾ ആണെങ്കിൽ iOS ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള മിക്ക ബ്രാൻഡ്സും ആൻഡ്രോയിഡിലാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആണ്, ആർക്ക് വേണം എടുത്ത് ഡെവലപ്പ് ചെയ്യാം. അതായത് ഓരോ ബ്രാൻഡ്സ് ഈ ഒരു ആൻഡ്രോയിഡ് എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് അവരുടേതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അതേസമയത്ത് iOS എന്ന് പറയുന്നത് ഫ്രം ദ സ്ക്രാച്ച് ആപ്പിളിൻ്റെ ആണ്. അതുകൊണ്ട് തന്നെ വേറൊരു ബ്രാൻഡിന് ആപ്പിളിൻ്റെ iOS കൊടുക്കാൻ പറ്റത്തില്ല. ബട്ട് ആൻഡ്രോയിഡ് അങ്ങനെയല്ല, ആർക്ക് വേണോ എടുത്ത് മോഡിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ആൻഡ്രോയിഡിൽ നോക്കുകയാണെങ്കിൽ പല വെർഷൻസ് വരാറുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് 5, ആൻഡ്രോയിഡ് 6, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 15ൻ്റെ ടൈമാണ്. പല ഫോൺസിലും ബീറ്റ വെർഷനായിട്ട് ആൻഡ്രോയിഡ് 15 കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് 14, ആൻഡ്രോയിഡ് 15 ആ ഒരു ടൈമാണ് ഈ ഒരു നിലവിലുള്ളതെന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊരു ഫോൺ മേടിക്കുകയാണ്, ഇപ്പോൾ റിയൽമിയുടെ ഫോൺ മേടിക്കുകയാണെങ്കിൽ നമുക്ക് കളർ OS ആയിരിക്കാം. സാംസങ്ങിൻ്റെ ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന One UI ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഓരോ ബ്രാൻഡ് മാറുമ്പോൾ അതിൽ കിട്ടുന്ന ഫീച്ചേഴ്സും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പല ആൾക്കാരും സോഫ്റ്റ്വെയർ ബഗ്ഗിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ബഗ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ iOS ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും സോഫ്റ്റ്വെയർ ബഗ് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സ് അപ്ഡേറ്റ് പുഷ് ചെയ്യുന്നുണ്ടോ എന്നും കൂടെ മൈൻഡിലേക്ക് വെച്ചേക്കാം. ഇപ്പോൾ ചില ബ്രാൻഡ്സ് പറയും 4 വർഷം അപ്ഡേറ്റ് തരാമെന്നൊക്കെ പറച്ചിന് മാത്രമേ ഉള്ളൂ, അപ്ഡേറ്റ് ഒന്നും കിട്ടാറില്ല. ഇപ്പോൾ ഒരു അപ്ഡേറ്റ് തരുന്നുണ്ടോ അതോ തരുന്നില്ലേ എന്നൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം ഒരു ഫോൺ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ നമ്മുടെ ഫോൺസിനെ പറ്റി ഒരു ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.